നമസ്കാരം. 5 വർഷത്തിന് ശേഷം വീണ്ടും ലോകത്തെ ഭയപ്പെടുത്തുന്ന മട്ടിൽ ചൈനയിൽ നിന്ന് വാർത്തകളൊക്കെ വരികയാണ്. ലോകം കോവിഡിനെ മറന്നു തുടങ്ങിയെങ്കിലും ഇന്നും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഓരോ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിൽ കോവിഡിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഇക്കാരണത്താലാണ് ഇത്തവണ വിന്റർ ഫ്ലൂവിൽ കോവിഡ് മരണം പെരുകിയതായി വിവരം പുറത്തു വന്നത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഇന്ത്യ പുതിയ വൈറസ് ഭീഷണിയിൽ വിദേശത്ത് നിന്നും എത്തുന്നവരെ നിരീക്ഷിക്കാൻ 13 പുതിയ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ വിമാനത്താവളത്തിൽ തുറക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ലോകമെങ്ങും ഇതേക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരം കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നായ കേരളത്തിൽ നിന്നും പുതിയ വൈറസ് ബാധയെ നേരിടാനുള്ള സജ്ജീകരണങ്ങളെ പറ്റിയോ ഒരുക്കങ്ങളെ പറ്റിയോ ഇതുവരെ വാർത്തകൾ എത്തിയിട്ടില്ല. 2 ദിവസമായി ഒറ്റപ്പെട്ട നിലയിൽ വാർത്തകൾ വന്നിരുന്നത് ഇന്നലെ മുതൽ മുഴുവൻ മാധ്യമങ്ങളുടെയും പ്രധാന വിഷയമായി മാറിയതോടെ ലോകമെങ്ങും ജാഗ്രതയിലാണ്. 5 വർഷം മുമ്പ് ആദ്യ വൈറസ് ബാധ ലോകത്തിന്റെ കണ്ണിൽ നിന്നും മറച്ചുവെച്ച് വൻ ചതിയൊരുക്കിയ ചൈന ഇത്തവണയും അത് ആവർത്തിക്കുകയാണ്. 100 കണക്കിന് ആളുകൾ മരിച്ചു വീണ ശേഷവും കാര്യങ്ങൾ കൈവിട്ട നിലയിലും വാർത്തകൾ പുറത്തു പോകാതിരിക്കാനാണ് ചൈന ശ്രദ്ധിച്ചത്. അന്ന് വുഹാനായിരുന്നു പ്രഭവ കേന്ദ്രമെങ്കിലും ഇപ്പോൾ ചൈനയിൽ പലയിടത്തായി വൈറസ് വ്യാപിച്ചതുകൊണ്ട് രാജ്യമൊട്ടാകെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചൈനയിലും പുതുവർഷ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ നടക്കുന്നതിനാലും ശൈത്യകാലം പിടിമുറുക്കിയതിനാലും വൈറസ് വ്യാപനം കൂടുതൽ വേഗത നേടുമെന്ന സൂചനകളാണ് ഇപ്പോൾ എത്തുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പടർന്ന വൈറസ് ബാധയാണ് ഇപ്പോൾ ചൈനയിൽ കൈവിട്ട നിലയിലേക്ക് നീങ്ങുന്നത്. ആദ്യ 2 മാസങ്ങളിൽ ഈ വിവരം പുറത്തു പോകാതെ സൂക്ഷിക്കുകയായിരുന്നു പതിവ് പോലെ ചൈന. ഇപ്പോൾ രോഗികൾ ആശുപത്രിയിൽ തിങ്ങി നിറഞ്ഞതോടെയാണ് ആ ദൃശ്യങ്ങൾ പുറം ലോകത്തെത്തിയത്. ലോകമൊട്ടാകെ നിന്നും അനേകം ചൈനീസുകാർ നാട്ടിലെത്തുന്ന സമയം കൂടിയായതിനാൽ കോവിഡ് പറഞ്ഞതുപോലെ പുതിയ വൈറസും ലോകമെങ്ങും പരക്കാൻ അധിക സമയമെടുക്കില്ല. കോവിഡിന് എണ്ണിയാൽ ഒടുങ്ങാത്ത നിലയിൽ മ്യൂട്ടേഷൻ സംഭവിച്ചതോടെ പേരിടൽ നിർത്തിയ ശാസ്ത്രലോകം ഇപ്പോൾ പുതിയ വൈറസിന് പേരിട്ടിരിക്കുന്നത് HMPV എന്നാണ്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന മുഴുവൻ പേരിന്റെ സങ്കീർണത പോലെ വൈറസും സങ്കീർണ ഘടനയുള്ളതാണ്. ഇതുവരെ ചൈനയിലേക്കുള്ള യാത്രയ്ക്ക് ലോകരാജ്യങ്ങൾ ഒന്നും തന്നെ നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ചൈനയിലെ അടിയന്തരാവസ്ഥ സംബന്ധിച്ച ഏജൻസി റിപ്പോർട്ടുകൾ ചൈനീസ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല. എന്നാൽ രാജ്യത്ത് മാസ്ക് നിർബന്ധമാക്കിയ നിലയിലുള്ള അനവധി വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകമെങ്ങും പ്രചരിക്കുകയാണ്. പുതിയ വൈറസ് പനി ബാധിച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ന്യൂമോണിയയിലേക്ക് സാഹചര്യം മാറാൻ ഏറെ സാധ്യതയുണ്ട് എന്നതാണ് ഭയപ്പെടുത്തുന്നത്. കോവിഡ് വൈറസ് പടർന്നതിന് സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് മെറ്റാന്യൂമോ വൈറസും പടരുന്നത്. കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് എന്ന വിശദീകരണമാണ് ഇന്ത്യയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 13 ക്വാറന്റൈൻ സെന്ററുകളിൽ കേരളത്തിൽ അനുവദിച്ചിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. കോവിഡിന് സമാനമായ രോഗബാധ ഡിസംബറിൽ ഭയപ്പെടും വിധം രാജ്യത്ത് എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രാഥമികമായി സർക്കാരിന് ലഭിക്കുന്ന വിവരം. എന്നാൽ മാസ്കും കൈകഴുകലും പോലെയുള്ള മുൻകരുതലെടുക്കാൻ സർക്കാർ നിർദ്ദേശം എത്താൻ കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരം. ബ്രിട്ടനിലും സമാന സാഹചര്യം തന്നെയാണ്. എന്നാൽ ആഴ്ചതോറുമുള്ള മരണക്കണക്കിൽ പനിയും ന്യൂമോണിയയും കോവിഡ് ബാധയും മൂലമുള്ള മരണനിരക്ക് ഏറെ ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മാസ്ക് അടക്കമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ മടങ്ങി വരികയാണ്. ആശുപത്രികളിലും മറ്റും കോവിഡിന് ശേഷം ഇപ്പോഴും ബ്രിട്ടനിൽ മാസ്ക് അടക്കമുള്ള സുരക്ഷാ രീതികൾ നിർബന്ധവുമാണ്. അമേരിക്കയിലും പുതിയ വാർത്തകളെ തുടർന്ന് എയർപോർട്ട് നിരീക്ഷണം കടുപ്പമുള്ളതാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ റുവാണ്ടയിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തുന്നവരെ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് പുറത്തുവിട്ടിരുന്നത്. മർബാഗ് എന്ന സാംക്രമിക രോഗം റുവാണ്ടയിൽ പടരുന്നു എന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് അമേരിക്ക അന്ന് നിരീക്ഷണം ശക്തമാക്കിയത്. നന്ദി.